ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തി വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ചെറിയ മത്തി വെച്ചിട്ടാണ് ഈ ഒരു മത്തി വറ്റിച്ചത് ഉണ്ടാക്കുന്നത്. മത്തിക്കറിക്ക് എപ്പോഴും ചെറിയ മത്തിയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മത്തി വറ്റിച്ചത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ മത്തി ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തലഭാഗം കൂടി ചേർന്നിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു മത്തിക്കറിക്ക് ആ ഒരു തലയുടെ കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു സവാള, ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് നമ്മൾ മത്തി വറ്റിച്ചത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും പുളിയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട പുളി ഞാൻ ഓൾറെഡി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ പുളി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ഈ ഒരു കറിക്ക് കുറച്ച് കൊഴുപ്പ് കൂടി കിട്ടും. ഇനി ഈ ഒരു മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നുള്ളൂ. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും ഉള്ളിയും അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുത്ത തക്കാളി അങ്ങ് മുഴുവനായിട്ടും അരഞ്ഞ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് മുഴുവനായിട്ടും അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. എന്നിട്ട് ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മത്തി വറ്റിച്ചത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായി 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മത്തി വറ്റിച്ചത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.